ജെയ്ക്സി തോമസ് വിവേകത്തോടെ പാകതയോടെ ഇതൊരാശ്വാസ ദിനമാണ് എന്ന് പരിഗണിക്കുകയാണോ വേണ്ടത് CAA-യുമായി ബന്ധപ്പെട്ട് ഇന്ന് സുപ്രീം കോടതിയിൽ നടന്ന നടപടിക്രമങ്ങൾ വിലയിരുത്തുമ്പോൾ? ഈ ചർച്ചയുടെ ആദ്യ ഭാഗം ഇത് ആശ്വാസജനകമാണോ അതോ നിരാശകരമാണോ എന്നൊരു ദ്വന്ദ്വത്തിൽ നിന്നുകൊണ്ടാണ് ഇത്രയും നേരം നമ്മുടെ ചർച്ച വികസിച്ചത്. ഞാൻ എന്തായാലും ഏകപക്ഷീയമായ നിലയിൽ ഇത് നിരാശാജനകമായ സുപ്രീം കോടതിയിൽ നിന്നുള്ള അനുഭവങ്ങളുടെ ഒരു ദിനം എന്നൊരു വാദത്തോട് അനുകൂലിക്കുന്നതേയില്ല. നിരാശ എന്ന് പറഞ്ഞിട്ടേ ഇല്ല, ആശങ്ക എന്നാണ് പറഞ്ഞത്. സുപ്രധാനമായ പല ഘട്ടങ്ങളും നമ്മുടെ മുമ്പിൽ തീർച്ചയായിട്ടും നിരാശാജനകമായ ദിനമാണ് സുപ്രീം കോടതിയെ സംബന്ധിച്ചുണ്ടായത് എന്നൊരു അഭിപ്രായം എനിക്കില്ല. പക്ഷേ എന്നാൽ ഗൗരവപൂർണമായ ജാഗ്രത ആവശ്യപ്പെടുന്ന പല പ്രതികരണങ്ങളും ഉണ്ടായിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ ലൈവോ ഈ കേസിന്റെ നിരവധി ഘട്ടങ്ങളുടെ അപ്ഡേഷൻ നമുക്ക് മുമ്പാകെ അവതരിപ്പിക്കുന്നുണ്ട്. അതിൽ പ്രസക്തമായ ഒരു ഘട്ടത്തിൽ കേസ് പരിഗണിക്കുന്ന അവസരത്തിൽ തന്നെ സുപ്രീം കോടതിയിൽ യൂണിയൻ ഗവൺമെന്റിനെ പ്രതിദാനം ചെയ്തുകൊണ്ട് ലോ ഓഫീസർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട്. ആ വാചകം ഇപ്രകാരമാണ്: there are 237 petitions, 20 applications have been filed here. First day, I need to file a reply. I was seeking time. I need time to collate, etc. The act does not take away anyone's citizenship. There is no prejudice caused to the petitioners. ഇതായിരുന്നു ലോ ഓഫീസറുടെ ആദ്യ ഭാഗത്തെ പ്രതികരണം. 237 അപേക്ഷകൾ, അതിന്റെ പുറമെ 20 മറ്റപേക്ഷകൾ. ഇതാണ് ആകെ സുപ്രീം കോടതിയുടെ മുമ്പിലേക്ക് വരുന്നത്. ഇതിനെ സംബന്ധിച്ച് പഠിക്കുവാനും പരിശോധിക്കുവാനും പ്രതികരണം നടത്തുവാനും തങ്ങൾക്ക് സമയം അനുവദിക്കണമെന്നും ആ സമയം ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളതാണെന്നും ലോ ഓഫീസർ പറയുന്നു. ഇതിന്റെ തുടർച്ചയിൽ പിന്നീട് ഈ സമയത്തിനിടയിൽ 4 ആഴ്ച സമയം ആവശ്യപ്പെടുന്നു. 3 ആഴ്ചയിലേക്ക് CJI തിരിച്ചു പ്രതികരണം നടത്തുന്നു. ഈ സമയത്തിനിടയിൽ പൗരത്വം കൊടുക്കുന്നതിനെ സംബന്ധിച്ചുള്ള സംവാദത്തിന് സുപ്രീം കോടതി സാക്ഷ്യം വഹിക്കുന്നുണ്ടല്ലോ. ഒറ്റ വാചകൂടെ കോട്ട് ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ അവസരത്തിൽ കപിൽ സിബിൽ ശ്രദ്ധേയമായ ഒരു പ്രതികരണം സുപ്രീം കോടതിയുടെ CJIയുടെ മുമ്പിൽ നടന്നുണ്ട്. The moment something like this happens, give us liberty to move here. അതിൽ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിന്റെ പ്രതികരണം എന്താണ്? We are here. ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ആ വാചകത്തിന് ഞാൻ പ്രതീക്ഷയുടെ പൊൻതിളക്കം നൽകുന്ന വാചകമാണ്. ഇതിൽ നിന്ന് ഘടകവിരുദ്ധമായി യൂണിയൻ ഗവൺമെന്റ് അവരുടെ സഹജമായ താല്പര്യപ്രകാരം സുപ്രീം കോടതിയുടെ മുന്നിൽ സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട് കല്യാൺ സിംഗ്. അതെന്തായിരുന്നു ആ വാഗ്ദത്തം എന്ന് അറിയാമല്ലോ അങ്ങേക്ക്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിലേക്കൊന്നും കാണാതിരിക്കുന്നതേയില്ല. പക്ഷേ ഈ ഘട്ടത്തിലുണ്ടായ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ പ്രതികരണം പ്രതീക്ഷാ നിർഭരമാണ്. വി ആർ ഹിയർ എന്നുള്ള അദ്ദേഹത്തിന്റെ വാചകം സത്യസന്ധമാവിധം പ്രതീക്ഷാ നിർഭരമാണ് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. പിന്നെ സുപ്രീം കോടതിയിൽ നിന്നല്ല ഇപ്പോഴും നമുക്ക് നീതി നടപ്പാക്കുന്ന പരിപൂർണമായ അനുഭവങ്ങൾ മാത്രമല്ല ഉണ്ടായിരുന്നത്. സുപ്രീം കോടതിയുടെ വിധി പ്രസ്താവങ്ങളോട് പലപ്പോഴും നമ്മളിൽ പലർക്കും വിയോജിക്കേണ്ടതായി വന്നിട്ടുണ്ട്. അങ്ങ് സൂചിപ്പിച്ച ജനുവരി 22 പുറകിലുള്ള അനുഭവ സാക്ഷ്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. ഞാനിപ്പോൾ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് ആവർത്തനത്തിലേക്ക് പോകുന്നില്ല. പക്ഷെ ഇതിപ്പോൾ പുതിയ ഘട്ടമാണ്. രാഷ്ട്രീയമായും നിയമപരമായും ഇന്ത്യയുടെ മതനിരപേക്ഷ ശരിയാകെ വലിയ സമരധാര ഉയർത്തിക്കൊണ്ടുവരുന്നു. ആ സമരധാരയുടെ ഒരു ഘട്ടം മാത്രമാണ് ഇന്ന് സുപ്രീം കോടതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നാളെ മുതൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ചോദ്യം എന്താണ്? ലീഗ് മാത്രമല്ല, ലീഗ്, സംസ്ഥാന സർക്കാർ, DYFI, രമേശ് ചെന്നിത്തല ഒക്കെ സുപ്രീം കോടതിയിലായിരുന്നു. പക്ഷെ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിരിക്കുന്നത്? നിങ്ങളുടെ ആവശ്യം എന്തായിരുന്നു? സ്റ്റേ ആണ്. അത് കിട്ടിയിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണല്ലോ. ബാക്കി നടപടിക്രമങ്ങൾ സാവകാശം എടുക്കുമെന്നത് അതിൻ്റെ സാങ്കേതികത്വത്തിലെ സങ്കീർണത കൊണ്ടാണ്. അത് നമുക്കൊരു അനുകൂലമായ കാര്യമാണ് എന്ന് വ്യാഖ്യാനിക്കാൻ എങ്ങനെയാണ് കഴിയുക? അവിടെയാണ് ജയചന്ദ്രൻ മാസ്റ്റർ പറയുന്നത് ഞങ്ങൾ ഈ കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണെന്നേ. അതിനിപ്പോൾ കോടതിയുടെ നടപടികളും ഞങ്ങൾക്ക് തടസ്സമല്ലാതെ വന്നിരിക്കുന്നു. അങ്ങനെയാകും അവർക്ക് അതിൻ്റെ വ്യാഖ്യാനം ഉണ്ടാക്കാൻ കഴിയുക. ആ വ്യാഖ്യാനങ്ങൾ എങ്ങനെ പോലും നടന്നുപോട്ടെ, ഞാൻ അതിനോട് മാത്രമല്ല പ്രതികരിക്കുന്നത്. നമ്മളുടെ മുമ്പിൽ അല്പോ പക്വതയോടുകൂടെ നിയമകാര്യങ്ങളെ സംബന്ധിച്ച് പഠിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്ന ആരും, അത് സംഘപരിവാർ മനോഭാവമുള്ള ആളുകൾ പോലും അത്തരമൊരു വ്യാഖ്യാനത്തെ പിന്തുണയ്ക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ഇത് ഏതൊരു കേസിലും ഉണ്ടാകുന്നത് പോലെ സുപ്രീം കോടതിയിൽ അതിന്റെ ആദ്യഘട്ടം, അതിന്റെ പ്രാഥമിക വിശകലനം മാത്രമാണ് ഇന്ന് നടന്നിട്ടുള്ളത്. ഈ വിശകലനത്തെ എടുത്തു വെച്ചുകൊണ്ട് ഇതാകെ നിരാശാജനകമാണ്, ഇതാകെ തിരിച്ചടിയാണ് എന്ന വിലയിരുത്തൽ നടത്തുന്നത് അർത്ഥശൂന്യമാണ്. അത് നിരർത്ഥകമായ ഒരു വാദമാണ്. ഇതിലെ പ്രശ്നം ഒരു സർക്കാരിന്റെ ചിന്ത ഏത് വിധത്തിൽ പോകുന്നു എന്നത് നാം പരിഗണിക്കേണ്ടതല്ലേ? ഇപ്പൊ ഉദാഹരണത്തിന് ജയിക്കാൻ അറിയാമല്ലോ, ഇതിപ്പോ ഈ 2019 ഡിസംബറിലാണല്ലോ ഇത് നിയമമാകുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ അത് കോടതി കയറിയല്ലോ. ആ ഘട്ടത്തിൽ എന്താണ് സർക്കാർ പറഞ്ഞത്? ഞങ്ങളിപ്പോൾ ഇതിൻ്റെ ചട്ടങ്ങൾ രൂപീകരിക്കുന്നില്ല. 4 വർഷവും 3 മാസവും ചട്ടങ്ങൾ രൂപീകരിക്കാതിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? ബാക്കി ആരും അതിൻ്റെ നടപടികൾ അതിവേഗത്തിലാക്കുന്നതിൽ ഉത്സാഹം കാട്ടിയിട്ടില്ല, ലീഗ് ഒഴിച്ച്, അല്ലേ? ആ ലീഗിൻ്റെ ഒരു മുൻകൈയിലാണ് പിന്നെ ഈ പറയുന്ന ഈ 243 മറ്റോ
ഈ പറയുന്ന ഹർജികളെല്ലാം എടുത്ത് ക്രോഡീകരിക്കുകയും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹർജിക്കാരായി ലീഗ് മാറുകയും ഒക്കെ ചെയ്തത്. എന്നിട്ടും എന്താണ് സംഭവിച്ചത്? സാങ്കേതികമായൊരു കാരണം കോടതിക്ക് മുമ്പാകെ സർക്കാർ പറഞ്ഞത് വഴി കോടതി ഇതിൻ്റെ മേലടയിരുന്നു. ഇപ്പോൾ 3 ആഴ്ച എന്ന് പറയുന്നതും സർക്കാർ മറ്റൊരു ന്യായവാദമായി പറയുമ്പോൾ അതിൻ്റെ മേൽ കോടതി അടയിരിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ പറയുന്നത് 2019 മുതലുള്ള ആശങ്കയുടെ ആയുസ്സിന് ഇപ്പോഴും ഒരു തരത്തിലുള്ള മാറ്റവും സംഭവിച്ചിട്ടില്ല. അത് ആശങ്കയുടെ മിടിപ്പ് കൂടുതൽ ശക്തിപ്പെടുത്തുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു യാഥാർത്ഥ്യമല്ലേ? ഞാൻ പറഞ്ഞുവല്ലോ, ഈ കാര്യത്തിൽ പക്വതയോടുകൂടെ ചിന്തിക്കുന്ന, നിയമത്തെ അതിന്റെ അർത്ഥത്തിലും ഗൗരവത്തിലും വിശകലനം ചെയ്യുന്നവർ പോലും ഇന്നത്തെ പ്രാഥമിക സംഭവവികാസങ്ങളെ മാത്രം വെച്ചുകൊണ്ട് ഇത് അങ്ങേയറ്റം നിരാശാജനകമാണ്, തിരിച്ചടിയാണ് എന്ന വിശകലനം നടത്തുമെന്ന് സത്യസന്ധമായി ഞാൻ കരുതുന്നില്ല. എന്ന് വെച്ച് അങ്ങയുടെ വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല. ഇത്തരത്തിൽ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ പ്രചാരകർക്ക് വ്യാഖ്യാനിക്കാൻ ഉതകുന്ന ചില പ്രതികരണങ്ങൾ, ചില ഭാഗങ്ങൾ സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിനെ ആരും നമ്മൾ കാണാതിരിക്കുന്നില്ല. പക്ഷെ പ്രത്യേകത എന്താണ്? ഇത് പ്രാഥമിക അർത്ഥത്തിൽ തന്നെ നമ്മളുടെ മുമ്പ് പലരും നമ്മൾ എത്രയോ ദിവസങ്ങളും സമയങ്ങളും എടുത്ത് വിശകലനം ചെയ്തിട്ടുള്ളതുപോലെ നമ്മളുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യതയ്ക്കെതിരാണ്. ഏകപക്ഷീയമായി മുസ്ലിം ബന്ധം ഇന്ത്യയിൽ സൃഷ്ടിക്കാൻ പര്യാപ്തമായ അങ്ങേയറ്റം വർഗീയമായി വിഭജിത അജണ്ടകളോടുകൂടെ നീക്കുന്നൊരു നിയമമാണ്. ശ്രീലങ്കൻ തമിഴന്മാരെ, ജൂതന്മാരെ, മ്യാൻമാറിൽ നിന്നുള്ള രോഹിംഗ്യൻ അഭയാർത്ഥികളെ, അഹമ്മദീയ മുസ്ലിങ്ങളെ, ഇങ്ങനെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന വിവിധ ദേശരാഷ്ട്രങ്ങളിൽ നിന്ന് അഭയാർത്ഥികളായി, കുടിയേറ്റക്കാരായി പലായനം ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്ന ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യന്മാരെ ഇന്ത്യ എന്ന ആശയത്തിന് വെളിയിൽ നിർത്താൻ പര്യാപ്തമായ അങ്ങേയറ്റം നിയമവിരുദ്ധമായ നിയമനിർമ്മാണമാണ്. ഈ നിയമവിരുദ്ധമായ നിയമനിർമ്മാണങ്ങൾക്കാണ് സമീപത്ത് യൂണിയൻ ഗവൺമെന്റും RSS നേതൃത്വം നൽകിയത് ഇലക്ട്രൽ ബോണ്ടിലൂടെ നമ്മൾ കണ്ടതാണ്. അതിനെതിരെ CPIMന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ വലിയ നിയമ പോരാട്ടം സംഘടിപ്പിക്കപ്പെട്ടു. നമ്മൾക്ക് നീതി ലഭ്യമായില്ലേ? ബിൽക്കീസ് ബാനു എന്ന നിറവയറുള്ള ഗർഭിണിയെ ബെസ്റ്റ് ബേക്കറിക്ക് സമീപമുള്ള സ്ഥലത്ത് വെച്ച് ബലാത്സംഗം ചെയ്ത BJP-ക്കാരെ കോടതി ശിക്ഷയ്ക്ക് വിധിച്ചിട്ട്, ഇന്ത്യൻ സുപ്രീം കോടതി ശിക്ഷയ്ക്ക് വിധിച്ചൊരു കേസിലെ പ്രതികളെ എന്ത് ചെയ്തു? സ്വാതന്ത്ര്യദിനത്തിന്റെ മറവിൽ RSSകാരെ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് കൊന്നുകളയാൻ ശ്രമിച്ച കേസിലെ പ്രതികളെ മോചിപ്പിച്ചുകൊണ്ട് വരുന്നത് നമ്മൾ കണ്ടു. അതിനെതിരെ ഇതേപോലെ CPIMന്റെ നേതൃത്വത്തിൽ ബിൽക്കീസ് ബാനുവിന്റെ നീതിക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിക്കപ്പെട്ടു. നീതിയുക്തമായ പ്രതികരണമുണ്ടായി. ഇലക്ട്രൽ ബോണ്ടിൽ CPIMന്റെ നേതൃത്വത്തിൽ ഇവരുടെ ഗുജറാത്ത് സർക്കാർ തെറ്റിദ്ധരിപ്പിച്ചു സുപ്രീം കോടതി. അങ്ങനെയാണ് സുപ്രീം കോടതി പറയുന്നത്. മറ്റൊരു തടവുകാരൻ അയാളുടെ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഒരു ഹർജിയായി കൊണ്ടുവരുന്നു. അതുമായി ബന്ധപ്പെട്ട യഥാർത്ഥ സ്ഥിതിഗതികൾ പറയാതിരിക്കാനുള്ള കൗശലം കേന്ദ്ര സർക്കാരിൻ്റെയും ഗുജറാത്ത് സർക്കാരിൻ്റെയും അഭിഭാഷകർ അവിടെ കാട്ടുന്നു. അതിൻ്റെ ഭാഗമായി തെറ്റിദ്ധരിക്കപ്പെടുന്നു കോടതി എന്നൊക്കെയാണ് കോടതിയുടെ ഉത്തരവിൽ പറയുന്നത്. അപ്പോൾ അതേത് സർക്കാരാണെന്ന് അറിയാമല്ലോ, ഗുജറാത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ എന്താണ് സുപ്രീം കോടതിയെ ധരിപ്പിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുക, അതിൻ്റെ ആനുകൂല്യം ആർക്കാണ് ഉറപ്പുവരുത്തുക, ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ളതാണ്. ഞാൻ അങ്ങയിലേക്ക് വരാം.